ഇന്റേൺഷിപ്പ് ഡ്യൂട്ടി തുടങ്ങാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇപ്പൊ ഇന്റേൺഷിപ്പ് തീരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാലത്തിന്റെ ഓരോരോ പോക്കെ സത്യം പറയാൻ ഒരു ഗതിയും പ്രഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ രാവിലെ കെട്ടിയിറങ്ങി പോകുന്നതല്ലേ. ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ കോഴ്സ് തീർക്കേണ്ട എന്റെ ആവശ്യമായി പോയില്ലേ. അതുകൊണ്ട് പരാതി പറയാൻ ആരും അതുകൊണ്ട് രാവിലെ ഞാൻ എന്നോട് തന്നെ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞു തീർത്ത് വന്ന കണ്ണീരെ തുടച്ചു കളഞ്ഞിട്ട് നല്ല മിടിക്കായിട്ട് ദോശ സാമ്പാറും കഴിച്ചിട്ട് അങ്ങോട്ട് ഒരുങ്ങുക. പിന്നെ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം തിന്നിട്ടില്ലേണ്ട കയറുന്നതാണ്. പിന്നെ ഈ അവസരത്തിൽ തിന്നിട്ടില്ലേണ്ട കയറിയില്ലുള്ള അതിശയം. പിന്നെ എത്രയൊക്കെ പ്രശ്നം വന്നാലും അന്നത്തെ നിന്ദിക്കരുതെന്ന് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും എത്രയൊക്കെ തിരക്കിനിടയ്ക്കാണ് ഫുഡ് കഴിക്കാൻ മറക്കാറ്. പിന്നെ ആ കൂട്ടിൽ ആശ്വാസം പറഞ്ഞ ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്ടി കിടക്കെടുത്ത് വീട്ടിൽ പോകാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം വീട്ടിൽ പോകുന്നല്ലാണ് എനിക്ക് തോന്നാറ്. പിന്നെ ഇതാണ് കുഞ്ഞിന്റെ ലൈഫ് എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു വിഷമം. പിന്നെ വഴി നിന്ന് വിഷമിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇനി വേഗം വീട്ടിൽ പോയിരുന്ന അവിടെ നിന്ന് വിഷമിക്കാം. ഇത്രയും നേരത്തെ കണ്ണാത്തോളം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്ത് ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ കോട്ടിൽ അങ്ങിങ്ങായിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻസും പിന്നെ മുഷിനി നാറ്റും കാലുവേദന, മുട്ടുവേദന, തലവേദന, നടുവേദന, വയറുവേദന തുടങ്ങിയവയും മാത്രമാണ് ബാക്കി. പിന്നെ വന്ന ശേഷം ഇങ്ങനെ പ്രകൃതി രമണിക്ക് ആസ്വദിച്ച് കുറച്ച് ഇരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെ എടുത്താലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നേരെ ഒരു കുളി പാസാക്കി ലേശ ഭക്തി മാർഗത്തിലൂടെ കടന്ന ശേഷം നമുക്ക് നേരെ ഡിന്നറിലേക്ക് എടുക്കാം. ഇന്ന് വളരെ ലളിതമായ ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഫുഡും കൂടെ കഴിച്ചാൽ ഒന്നും ടെൻഷൻ അടിക്കാനില്ല, നേരെ പോയി കിടന്നുറങ്ങാം. ഇനി നാളെ എനിക്ക് വീണ്ടും റിപ്പീറ്റ്. അപ്പൊ അത്ര തന്നെ, ബൈ.